ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിൽ മനം നൊന്ത് വ്യാപാരിയായ സാബു ആത്മഹത്യ ചെയ്ത കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. 2 CIമാർ ഉൾപ്പെടെ 9 പേർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം. സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തി. സാബുവിന്റെ മൃതദേഹം കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ആത്മഹത്യ ചെയ്ത സാബുവിന്റെ മൃതദേഹം 4:30യോടെയാണ് സംസ്കരിച്ചത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. പിന്നീട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇടുക്കി SP TK വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കട്ടപ്പന CIക്കും തങ്കമണി CIക്കും അന്വേഷണ ചുമതല നൽകി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. 9 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ മൊഴി കട്ടപ്പന CI ഇന്ന് രേഖപ്പെടുത്തി. ബാക്കി ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കപ്പെട്ടവരുടെ അടക്കം മൊഴികൾ നാളെയും മറ്റന്നാളുമായി രേഖപ്പെടുത്തും. അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പാണ് കുടുംബത്തിന് പോലീസ് നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും മൊഴിയെടുക്കും. ഇതിനെ ബേസ് കൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തി ഇവർ പറയുന്ന ബാങ്കിൽ ഇട്ടിരുന്ന പണവും മറ്റ് സാമ്പത്തിക ഇടപാടുകളെല്ലാം അന്വേഷണം നടത്തിയതിനു ശേഷം CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം കൃത്യമായ നടപടികൾ ആവശ്യം. മുൻ ബാങ്ക് പ്രസിഡന്റ് VR സജിയുടെയും ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കപ്പെട്ടവരുടെയും മൊഴി രേഖപ്പെടുത്തുക മാത്രമല്ല, പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. ബാങ്കിന് സമീപത്തുള്ള കടകളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ബാങ്കിനുള്ളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നു.